ഹായ് ഹലോ ഫ്രണ്ട്സ്, അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജാത വിനീതിനെയും ഗംഗയെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വിനീതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ എന്നെ രക്ഷിക്ക്, ഇവർ രണ്ടുപേരും കൂടെ എന്നെ കൊല്ലാനാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ സ്വത്തുക്കളെല്ലാം ഇവർ കൈവശം വെക്കാനാണ്, എന്നെ കൊല്ലും. മോനെ എന്നെ രക്ഷിക്ക്, നിങ്ങൾ ഇവിടെ തന്നെ നിന്നു, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാം. ഗംഗയെ ഞാൻ പൊന്നും പോലെ നോക്കിക്കോളാം, മോനെ ഗംഗയെയും കൂട്ടി ഇവിടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വിനീതിൻ്റെ അടുത്ത്. ഗംഗയ്ക്ക് ഒരു ഉപദ്രവം ചെയ്യില്ല ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിനീതിൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ വിനീതിന് അമ്മയെ കൊല്ലാനുള്ള ഇവരുടെ പ്ലാനിങ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് കാരണം വിനീതും ഗംഗയും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ സുജാതമ്മയാണെങ്കിൽ നമ്മുടെ ഗംഗയെ നിലവിളക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. അവർ വരുന്നതിന് വേണ്ടിയിട്ട് സുജാതമ്മ നല്ല സദ്യ ഒക്കെ ഒരുക്കാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അന്താളിച്ച് നിൽക്കുകയാണ് നമ്മുടെ വിനീതിൻ്റെ പെങ്ങളും ഭർത്താവും. അവർ അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ദാസേട്ടനാണെങ്കിൽ നമ്മുടെ സുജാതമ്മേനെ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് വിനീത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, ആരുടെ മുമ്പിൽ വെച്ച് പ്രതികരിക്കുന്നില്ല. പിന്നീട് ദാസേട്ടനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ നമ്മുടെ വിനീതാണെങ്കിൽ ദാസേട്ടനെ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരാണ് നമ്മുടെ ഗംഗയും സുജാതമ്മയും. അങ്ങനെ വിനീതിൻ്റെ പെങ്ങളെയും ഭർത്താവിനെയും ആ വീട്ടിൽ നിന്ന് പുകച്ച് ചാടിക്കുകയാണ് നമ്മുടെ വിനീത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്